അപ്പം നമ്മൾ ഇന്നേ കാപ്പിച്ചെടി നടുവാണേ. കാപ്പി ഞാൻ കഴിഞ്ഞ വർഷം ഒരു വലിയ പാത്രത്തിലേക്ക് നട്ടിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഡ്രം മുറിച്ചിട്ടുണ്ട്. ആ ഡ്രമ്മിൻ്റെ അകത്തേക്ക് നടാൻ പോവുകയാണേ. കുറച്ചും കൂടെ വലിയൊരു ഡ്രമ്മാണല്ലോ, അപ്പോൾ കുറച്ചും കൂടെ സ്ഥലം ഉള്ളതുകൊണ്ട് കാപ്പി നന്നായിട്ട് വളർന്നു. അതുകൊണ്ട് നമുക്ക് അതിനെ റീപോർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ പോട്ട് നിറച്ചിരിക്കുന്നത്, അതായത് ഈ ഡ്രം നിറച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാതുണ്ടോ, കരിയില കൊണ്ടാണ് നിറച്ചിരിക്കുന്നത്. പകുതി ഭാഗം നിറച്ചിരിക്കുന്ന കരിയിലയാണ്. അതിൻ്റെ അടിയിലേക്ക് കുറച്ച് പേപ്പറും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിറയ്ക്കുവാണെങ്കിൽ നമുക്ക് പേപ്പറും കരിയിലയാക്കിയിട്ട് നമുക്ക് സോയിൽ അധികം ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ഇത് വലിയ ഡ്രമ്മൊക്കെ ആയതുകൊണ്ട് നമുക്ക് മാറ്റാനൊക്കെ എളുപ്പമുണ്ട്. അങ്ങനെ പകുതി ഇടുവാണെങ്കിൽ അപ്പോൾ ഞാൻ ഇതിൽ കൊണ്ടുവന്ന് നമുക്ക് സോയിലിട്ട് നിറയ്ക്കാം. കൂട്ടിങ് സോയിലും കമ്പോസ്റ്റും കൂടെ ഇട്ട് ഇതിൽ നിറയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ കാപ്പിച്ചെടിയാണ് കേട്ടോ ഞാൻ നടാൻ പോകുന്നത്. കൊണ്ടോ ഇത്രയും പൊങ്ങിയിട്ടുണ്ട് ഈ കാപ്പിച്ചെടിയെ. ഞാൻ ഇത്രയും നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാപ്പീനെ എടുത്ത് ഇതിലേക്ക് വയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ കാപ്പിക്കൊക്കെ നല്ല വേരുണ്ടേ. അപ്പോൾ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കാപ്പി വാങ്ങിച്ചത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി ആൾക്കാർ പലരും ചോദിക്കാനുള്ള കാര്യമാണ്. കാപ്പിയുടെ തൈ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാനിത് മൈറ്റിട്ടെന്ന് പറയുന്ന ഗാർഡൻ സെൻറ്ററിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. വേണല്ലേ നമുക്കിതിനെ പൊക്കി ഇതിലേക്ക് വെക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഞാൻ കമ്പോസ്റ്റും പോട്ടിങ് സോയിലും ഇട്ട് നിറയ്ക്കാൻ പോവുകയാണേ. നിനക്കൊരു എക്സസൈസും ആവുമല്ലോ അല്ലേ? ചുമ്മാ വരയ്ക്കാത്തിരിക്കുമല്ലേടാ, ചുമ്മാ വരയ്ക്കാത്തിരിക്കും, ബോറടിക്കും. ഇപ്പം നമ്മൾ കാപ്പി നട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് അസിഡിക് സോയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഈ കോഫി ഗ്രൗണ്ട് ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. നിങ്ങൾ കോഫി കുടിക്കുന്നവരാണെങ്കിൽ ഈ കോഫി ഗ്രൗണ്ട് ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് കോഫി ഷോപ്പുകളിൽ ചെന്നെങ്കിൽ കോഫി ഗ്രൗണ്ട് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടെ വീട്ടിൽ ഇരുന്ന് കോഫി ഗ്രൗണ്ട് എടുത്തിട്ടു. അതുപോലെ തന്നെ നമുക്ക് കോഫി കുടിച്ച് കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് കോഫിയുടെ മട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ കോഫി എന്ന് പറഞ്ഞെങ്കിൽ ഒത്തിരി സൂര്യപ്രകാശം ഇതിന് ആവശ്യമില്ല. കുറച്ച് ഷെയ്ഡായിട്ടുള്ള ഇടവളയായിട്ടൊക്കെ നടുന്നതല്ലേ നാട്ടിൽ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഈ തണലത്ത് കൊണ്ടുവന്ന് നട്ടതും. അപ്പം ഒരുപാട് ഇതുകൊണ്ട് ഒത്തിരി സൺലൈറ്റ് അടിച്ചുകൊണ്ടായിരിക്കും, ഒത്തിരി സൂര്യപ്രകാശം അടിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ചൂടായിരുന്നു. ഞാനും ഈ 2-3 ദിവസങ്ങളിൽ ഭയങ്കര ചൂടായിരുന്നു. ഇലയൊക്കെ സൺബേൺ ആയി പോകുന്നുണ്ട്. അതുപോലെ ഇത് നല്ലൊരു കാര്യം കണ്ടോ, ഇതുണ്ട് ഇതാടെ നീ കണ്ടിട്ടുണ്ടോ കാപ്പിയുടെ പൂവ്? ഇതാടെ കാപ്പി, ഇത് കോഫി ഫ്ലവർ വന്നിട്ടുണ്ട്. കായാകുമോ എന്നറിയത്തില്ല. നമുക്കിതിന് ഇതൊരു ഫ്ലവർ തന്നിട്ടുണ്ട്. ഒരു കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മുകളിലത്തെ ഈ നാമ്പങ്ങ് ഒടിച്ച് കളയണം. അപ്പോൾ ഇത് കോഫി ഇങ്ങനെ പരന്നുണ്ടാകുന്ന ഒരു ചെടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിലടിച്ച് കളഞ്ഞെങ്കിൽ ഇത് സൈഡിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നില്ല, ഇത് കുറച്ചും കൂടെ വലുതാകട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ മുകളങ്ങ് ഒടിച്ച് കളയണം കുറച്ച്. അപ്പോൾ ഞാൻ ഇതിലും കാപ്പിക്കും കുറച്ച് വളമിട്ട് കൊടുക്കുവാണേ. ഈ വർഷം വളമിട്ടില്ലായിരുന്നു. ഇങ്ങോട്ട് മറിച്ച് നട്ട് കഴിഞ്ഞിട്ട് ഇതുപോലെ കോഫി ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ വളം ഇട്ട് കൊടുത്തിട്ടുമില്ലായിരുന്നു. നമ്മുടെ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെയുള്ള നമ്മൾ മേടിക്കുന്ന വളങ്ങൾ ഞാൻ വളരെ കുറവാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലും ഇതിപ്പോൾ വളരുന്ന സീസൺ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു 2 ആഴ്ച മുമ്പിലൊക്കെ ഇട്ട് കൊടുക്കാമായിരുന്നു നമുക്ക്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാപ്പിക്കുരു ഉണ്ടാകുമെന്ന് നോക്കാം. ഞാനിവിടെ ന്യൂസിലൻഡിൽ കാപ്പിക്കുരു ഒരിക്കലും ഉണ്ടായി നിൽക്കുന്നത് കണ്ടിട്ടില്ല. കോഫി പ്ലാന്റ് ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ നട്ടത്. ഇനി ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അമ്മച്ചിക്ക് ഇഷ്ടംപോലെ കാപ്പിക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ കാപ്പി നടുന്ന ആൾക്കാരായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്ന് നട്ട് നോക്കാൻ ഓർത്ത് നട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് കാണാം.